ഏകദിനത്തിൽ 141 വിക്കറ്റുകൾ, അന്താരാഷ്ട്ര T20യിൽ 90 വിക്കറ്റ് നേട്ടം, ടെസ്റ്റിൽ 63 വിക്കറ്റുകൾ. പക്ഷേ ഭുവനേശ്വർ കുമാർ ഇന്ത്യക്കായി ഏകദിനം കളിച്ചിട്ട് 5 വർഷം പിന്നിട്ടു. T20 കളിച്ചിട്ട് 4 വർഷമായി. ഒടുവിലായാൽ ഇന്ത്യക്കായി ഒരു ടെസ്റ്റ് കളിച്ചത് 8 വർഷം മുൻപാണ്. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന മുറവിളികൾക്കിടയിൽ അയാൾ പറയുകയാണ് വേണ്ടെന്ന്. അതിലൊരു ത്രില്ലില്ലെന്ന്. ആരാണ് അയാളെ മടുപ്പിച്ചത്? താരങ്ങളെ വെറുപ്പിച്ച് ഇല്ലാതാക്കുകയാണോ BCCI? ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ 1-ാം നമ്പർ പേസ് ബോളർ ജസ്പ്രീത് ബുംറയും ടീമിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ സെലക്ടർമാർ പറഞ്ഞു: ബുംറ ഫിറ്റ്നസ് തെളിയിക്കണം. അതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ. ലോകത്തെവിടെയും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണത്. അജിത് അഗാർക്കർ തലവനായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ സമിതി അങ്ങനെയൊക്കെയാണ്. പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടിയിട്ടില്ലാത്തൊരാളെ ടീമിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച ശേഷം വ്യവസ്ഥ വെക്കുക. ഒടുവിൽ എന്ത് സംഭവിച്ചു? കാൽമുട്ടിനേറ്റ പരിക്കിൽ നിന്ന് മോചിതനാകാത്ത ബുംറ പുറത്തായി. ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസിൽ നടത്തിയ പരിശോധനകൾക്കൊടുവിൽ കൂടുതൽ വിശ്രമം നിർദ്ദേശിക്കപ്പെട്ടു. ബുംറയെ തിടുക്കപ്പെട്ട് മത്സരത്തിലേക്ക് എത്തിക്കുന്നത് സുരക്ഷിതമല്ലെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. 2020 ലോകകപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇടത് കാൽമുട്ടിനേറ്റ പരിക്കിന് നേരത്തെ നിശ്ചയിച്ചതുപോലെയുള്ള ചികിത്സ തുടരുന്നെങ്കിലും ഭേദമാകാൻ ഇനിയും സമയം വേണ്ടിവരും. ഇതായിരുന്നു സാഹചര്യമെന്നിരിക്കെ എന്തിനാണ് പിന്നെ ബുംറയെ ഉൾപ്പെടുത്തി സെലക്ടർമാർ ടീം പ്രഖ്യാപിച്ചത്? ഭുവനേശ്വർ കുമാറിനെ പോലെ, മുഹമ്മദ് ഷമിയെ പോലെ ഇന്ത്യയുടെ വിശ്വസ്ത പേസ് ബോളർമാർ പുറത്തിരിക്കെ അവരെ അവഗണിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നോ BCCIയുടെ ആ നീക്കം? സാഹചര്യം ഇതായിരിക്കെയാണ് ഭുവനേശ്വർ കുമാർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇനി ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നത് തന്റെ ആഗ്രഹമല്ല. ടീമിലേക്ക് തിരിച്ചു വിളിക്കാത്തതിൽ ഒരിക്കലും നിരാശയുമില്ല. ഇപ്പോൾ സമാധാനമുള്ള ജീവിതമാണ്, ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് മാത്രമാണ് IPLൽ ഉൾപ്പെടെ ഇപ്പോഴും തുടരുന്നത്. ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ജീവിതവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്ന സ്വപ്നം ഇതിനകം തന്നെ യാഥാർത്ഥ്യമായതാണ്. ഇനി സ്വയം തെളിയിക്കേണ്ട യാതൊരു സമ്മർദ്ദവും തനിക്കില്ല. ഭുവനേശ്വറാണ് അങ്ങനെ പറയുന്നത്. 2 ആഴ്ച മുമ്പാണ് സഞ്ജു സാംസൺ ഇതിന് സമാനമായൊരു കാര്യം പറഞ്ഞത് എന്നതും ഓർക്കേണ്ടതുണ്ട്. ഇനി ഞാൻ എൻ്റെ കളി കളിക്കാൻ പോകുന്നു. തന്നെ ആവശ്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കട്ടെ. എപ്പോഴും മികവ് തെളിയിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ചിലർക്ക് മാത്രം ബാധകമായ എലിപ്പന്തയത്തിന് ഇനി നിന്നു കൊടുക്കാനില്ലെന്നാണ് സഞ്ജു അന്ന് തുറന്നടിച്ചത്. ഇപ്പോഴിതാ ഭുവനേശ്വർ കുമാറും അതുതന്നെ പറയുന്നു. തന്നെ വേണമെങ്കിൽ പരിഗണിക്കട്ടെ. അവസരം നൽകിയാൽ കളിക്കും, ഇല്ലെങ്കിൽ അതേക്കുറിച്ചോർത്ത് സമാധാനം കളയാനില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ കഠിനാധ്വാനം ചെയ്ത് വിക്കറ്റുകൾ കൊയ്തിട്ടും ഫിറ്റ്നസ് തെളിയിച്ചിട്ടും മുഹമ്മദ് ഷമി എന്ന ഇന്ത്യയുടെ മറ്റൊരു വിശ്വസനായ പേസ് ബോളറും ഇപ്പോഴും ടീമിന് പുറത്താണ്. താൻ ഇനിയും എന്താണ് തെളിയിക്കാനുള്ളത് എന്ന് ഗതികെട്ട് ഷമി ചോദിച്ചിട്ട് ഏറെ നാളായിട്ടില്ല. ഷമിയുടെ പരിക്കിനെക്കുറിച്ച് കൃത്യമായ അപ്ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിന് രൂക്ഷമായ ഭാഷയിലാണ് ഷമി മറുപടി നൽകിയത്. ആഭ്യന്തര മത്സരങ്ങളിൽ തന്റെ പന്തേറ് വന്ന് കാണണം, അപ്ഡേറ്റ് വേണമെങ്കിൽ തന്നോട് ചോദിക്കണം, അങ്ങോട്ട് പോയി നൽകേണ്ട കാര്യമില്ലെന്നായിരുന്നു ഷമിയുടെ മറുപടി. ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുന്ന കാര്യത്തിൽ തനിക്ക് വലിയ പ്രതീക്ഷകളില്ലെന്ന് ഷമി പറഞ്ഞു. അവസരം ലഭിച്ചാൽ 100% നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. നമുക്ക് ഭൂമിയിലേക്ക് തന്നെ വരാം. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വേണമെങ്കിൽ വിളിക്കട്ടെ എന്ന തരത്തിൽ ഷമിക്കും സഞ്ജുവിനും ശേഷം നിലപാടെടുക്കാൻ ഭുവിയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും മികവ് തുടരുമ്പോഴും അവഗണിക്കപ്പെടുന്നതിലെ വേദന കടുത്തതായിരിക്കും. ഷമിയും ഭുവിയും ഒക്കെ പുറത്തു നിൽക്കുമ്പോൾ ഇന്ത്യൻ സെലക്ടർമാർക്ക് വിശ്വാസം പ്രസിദ്ധ് കൃഷ്ണയെയും ശാർദുൽ ഠാക്കൂറിനെയും ഹർഷിത് റാണയെയും പോലെയുള്ളവരെയാണ്. ആരായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് ഭുവനേശ്വർ കുമാർ? പന്തിനെ വിക്കറ്റിന് ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവായിരുന്നു അമ്പരപ്പിക്കുന്നത്. 2 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളിൽ ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു അദ്ദേഹത്തെ. ഒരേ ആക്ഷനിൽ ഇൻസ്വിംഗും ഔട്ട്സ്വിംഗും നടത്താനുള്ള ഭുവിയുടെ കഴിവ് ബാറ്റ്സ്മാനെ കുഴപ്പിക്കുന്നതാണ്. ബാറ്റ്സ്മാന് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രം ദിശ മാറുന്ന ലേറ്റ് സ്വിംഗ് ആണ് അദ്ദേഹത്തിന്റെ കരുത്ത്. തുടർച്ചയായി ഒരേ സ്പോട്ടിൽ കൃത്യമായി പന്തെറിയാനുള്ള കഴിവാണ് മറ്റൊന്ന്. മികച്ച സീം പൊസിഷൻ, ഡെത്ത് ഓവറുകളിലെ മാരകമായിട്ടുള്ള പന്തേറ്, യോർക്കറുകളും വേഗത കുറച്ചെറിയുന്ന നക്കിൾ ബോളുകളും. ബാറ്റ്സ്മാന്റെ പോരായ്മകൾ എന്തെന്ന് മനസ്സിലാക്കി അതിവേഗം തന്ത്രങ്ങൾ മെനയാറുണ്ട് ഭുവനേശ്വർ കുമാർ. അവസാന ഓവറുകളിലെ റൺസ് നിയന്ത്രണമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. 130 135 കിലോമീറ്ററുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ വേഗപരിധിയെങ്കിലും ഭുവിയെ അപകടകാരിയാക്കുന്ന ഘടകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഭുവിക്ക് അനുയോജ്യമായിരുന്നു ഇംഗ്ലണ്ടിലെയും അയർലൻഡിലെയും സാഹചര്യം. അദ്ദേഹം ടീമിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കുറച്ചുകൂടി വെല്ലുവിളി അവർക്ക് ഉയർത്തിയേനെ. 2014 ഇംഗ്ലണ്ട് പര്യടനത്തിൽ വീഴ്ത്തിയ 19 വിക്കറ്റുകളും ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്ത് നേടിയ 3 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിന്റെ മികവ് എടുത്തു കാട്ടുന്നുണ്ട്. 2016 സെന്റ് ലൂസിയയിൽ ആതിഥേയരായിട്ടുള്ള വിൻഡീസിനെ തകർത്ത 5 വിക്കറ്റുകൾ എടുത്തു പറയേണ്ടതാണ്.
2014 ചരിത്രപ്രസിദ്ധമായ ലോർഡ്സിൽ ടീം ഇന്ത്യ നേടിയ മഹാവിജയത്തിന് അടിസ്ഥാനമായത് ഭുവി നേടിയ 6 വിക്കറ്റുകൾ കൂടിയാണ്. ടെസ്റ്റിൽ ഭുവിയെ ഓർക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. 2022 T20 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ 4 ഓവറിൽ 4 റൺസ് മാത്രം നൽകി വീഴ്ത്തിയത് 5 വിക്കറ്റുകളാണ്. 2018 ജോഹന്നാസ്ബർഗിൽ നേടിയ 5 വിക്കറ്റ് നേട്ടം ദക്ഷിണാഫ്രിക്കയിൽ T20യിൽ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഭുവിയെ മാറ്റിയിരുന്നു. 2013 വിൻഡീസിലെ ഏകദിന ട്രൈ സീരീസിൽ ശ്രീലങ്കയ്ക്കെതിരെ 8 റൺസ് മാത്രം വഴങ്ങി നേടിയ 4 വിക്കറ്റുകൾ മറ്റൊരു മികച്ച നേട്ടമാണ്. ഭുവനേശ്വർ അവശേഷിപ്പിച്ച നല്ല ഓർമ്മകൾ അങ്ങനെ ഏറെയുണ്ട്. ക്രിക്കറ്റിൽ മറ്റെല്ലാവർക്കും മാതൃകയാകുന്ന ഓസ്ട്രേലിയ എങ്ങനെയാണ് മികച്ച താരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇന്ത്യയിലെ പോലെ ഷോർട്ട് കട്ടുകൾ അവിടെ ഇല്ല എന്നത് തന്നെയാണ് കാരണം. ഓസ്ട്രേലിയൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ടൂർണമെന്റായ ഷെഫീൽഡ് ഷീൽഡിലെ മികച്ച പ്രകടനങ്ങളാണ് അവിടെ ടെസ്റ്റ് ടീമിലേക്കുള്ള പ്രധാന വാതിൽ. ബോളർമാരുടെ വേഗവും സ്വിംഗും ഫിറ്റ്നസും ശാസ്ത്രീയമായി വിശകലനം ചെയ്യപ്പെടും. 3 ഫോർമാറ്റിലുമായി വ്യത്യസ്ത ബൗളർമാരെ അവർ പരീക്ഷിക്കാറുണ്ട്. സീനിയർ താരങ്ങളുടെ സേവനം ദീർഘനാൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ റൊട്ടേഷൻ സിസ്റ്റമുണ്ട്. അതായത് കമിൻസും സ്റ്റാർക്കും ഹേസൽവുഡും തുടങ്ങി നിലവിലെ മുൻനിര ബോളർമാർക്ക് കൃത്യമായ ഇടവേളകൾ നൽകി പരുക്ക് മുക്തമായി സംരക്ഷിക്കാറുണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. അതേ ഇടവേളകളിൽ അവർ യുവതാരങ്ങളെ പരീക്ഷിച്ച് പുതുതലമുറയെ സൃഷ്ടിക്കുകയും ചെയ്യും. ഒരു ബോളർ ഒരു പരമ്പരയിൽ എത്ര ഓവർ എറിഞ്ഞു എന്നത് കൃത്യമായി ക്രിക്കറ്റ് ഓസ്ട്രേലിയയും സെലക്ടർമാരും കണക്കാക്കാറുണ്ട്. ലോകകപ്പ് പോലെയുള്ള പ്രധാന പരമ്പരകളിൽ അവർ മുതിർന്ന താരങ്ങളെ തന്നെ ആശ്രയിക്കും. പക്ഷേ ഉഭയകക്ഷി പരമ്പരകളിൽ മറ്റു താരങ്ങളെയാണ് പരീക്ഷിക്കുക. യുവ ബോളർമാരെയും സീനിയർ ബോളർമാരെയും ഒരേപോലെ മാനേജ് ചെയ്യാനും ക്രിക്കറ്റ് ഓസ്ട്രേലിയ പ്രത്യേക ദേശീയ പേസ് ബോളിംഗ് കോച്ചിനെ വരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പരിക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതരാകാത്ത താരങ്ങളെ ഉൾപ്പെടുത്തി ഇവിടെ ടീം പ്രഖ്യാപിക്കുന്നത്. ഭുവിയും ഷമിയും പോലെയുള്ള വിഭവങ്ങൾ കയ്യിലിരിക്കുമ്പോൾ യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനെന്ന മട്ടിൽ നിരന്തരം പരാജയമായവരെ തന്നെ സ്ഥിരമായി 3 ഫോർമാറ്റിലും പരീക്ഷിക്കുന്ന ഇന്ത്യൻ സെലക്ടർമാർ ഇന്ത്യൻ ക്രിക്കറ്റിനെ എവിടേക്കാണ് നയിക്കുന്നത്? മനസ്സുമടുത്ത് ഇനി ഇന്ത്യക്കായി കളിക്കില്ലെന്ന് കൂടുതൽ താരങ്ങൾ പ്രഖ്യാപിച്ചാൽ അതിലൊട്ടും അതിശയപ്പെടേണ്ടി വരില്ല. ഇപ്പോഴവരെ തടഞ്ഞു നിർത്തുന്നത് BCCIയുടെ കർശന വിലക്കുകളാണെന്ന് മാത്രം. പക്ഷേ അതൊക്കെ കെട്ടുപൊട്ടിച്ചെറിയാൻ അധിക നാൾ വേണ്ടിവരില്ല ഇങ്ങനെയാണെങ്കിൽ.